ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് ആക്രി സാധനങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് കുറച്ച് പോട്ട്സുകളൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾ ചെടികളെയും ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പെയിൻറ്റിൻ്റെ പാത്രം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു പോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിനൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പെയിൻറ്റിന് മൊത്തമായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള ജൂട്ട് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് മൊത്തമായിട്ട് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ഇവിടെ ഈ ഒരു സ്റ്റിക്കുമ്മ ജൂട്ടൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചിരട്ടകളാണ്. അപ്പോൾ ഈ ചിരട്ടകൾ ആദ്യം തന്നെ അതിൻ്റെ മേലെയുള്ള നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങനെ ചുരണ്ടി കളയണം. അപ്പോൾ അതൊന്നെങ്കിൽ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ കളയാം, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ 2 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള എടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ളൊരു ഇടിക്കല്ല് കൊണ്ട് അതിങ്ങനെ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ആ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ പെയിൻറ്റിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതും ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ചിരട്ട കഷ്ണിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഈ ഒരു പാത്രത്തുമ്മ സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ഇത് ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നല്ല രീതിയിൽ അത് ഇങ്ങനെ ഒട്ടിയിരിക്കും. സാധാ ഗ്ലൂ ഒക്കെ ആകുമ്പോൾ ചിരട്ട ഇങ്ങനെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ചിരട്ടൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനിതിന് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ചിരട്ടയുടെ പീസുകൾക്കൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതായ ചിരട്ട പീസുകൾക്കൊക്കെ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ടുണ്ട് ഇതെന്തായാലും. അപ്പോൾ ഇതാ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു റെഡ് കളറിൽ ഗോൾഡൻ കളറും കൂടി വന്നപ്പോൾ നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട് ഇതിന്. കളയാൻ വെച്ചിരുന്ന ഒരു പെയിൻറ്റ് പാത്രത്താണ് കേട്ടോ സിമ്പിളായിട്ട് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റിയത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലോട്ടൊരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെറ്റാക്കിയിട്ടുള്ള ഒരു അഗ്ലോണിമയുടെ ഒരു പോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നേരിട്ട് മണ്ണിട്ടിട്ട് നമുക്ക് ഒരു വലിയ പ്ലാന്റ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ ആ ഒരു സ്റ്റിക്കും അത് പടർത്തുകയും ചെയ്യാം. ഏത് വിധത്തിൽ ഇത് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു പ്ലാന്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റും പാത്രമൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് ഇതുപോലെ ചിരട്ട ഒന്ന് സ്റ്റിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ അടുത്തൊരു പ്ലാന്റർ ഉണ്ടാക്കിയത് ഞാനൊരു പഴയ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ.
ഇതും ഞാനിപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ബക്കറ്റ് തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് കയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധിക ചിലവാകുന്നത് ഈ ഒരു കയറിൻ്റെ പൈസ മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു റോള് കയറ് മേടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വീട്ടിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളാണല്ലോ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആ കയറ് ബക്കറ്റ് മൊത്തമായിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെയുള്ള നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ ബാക്കിലായിട്ട് 4 ഹോൾസുകളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ചെറിയ പപ്പടക്കോലൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എവിടെയാണ് ഹോൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു ഹോസിൻ്റെ പീസാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഹോളൊക്കെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഞാനിപ്പോൾ കയറ് കൊണ്ട് ചുറ്റിയെടുക്കാനാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുറ്റിയെടുക്കുന്നത്. ബാക്കി ഭാഗം ബ്ലാങ്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഹോസുമ്മ ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഓൾറെഡി ആ സെറ്റാക്കി വെച്ചിട്ടുള്ള ബക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഈ ഒരു ഹോസ് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇരിക്കാനത്. പിന്നെ നമ്മളതിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ ഇതിലോട്ട് ഫുള്ളായിട്ട് ഞാനിപ്പോൾ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും അതുപോലെ സാദാ മണ്ണും മിക്സ് ചെയ്തതാണ് കേട്ടോ. ഒന്നെങ്കിൽ ചാണകപ്പൊടി ആയിരിക്കും അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടായിരിക്കും ഞാൻ മിക്സ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് അഗ്ലോണിമയുടെ ഈ വെറൈറ്റി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോസും ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് നോർമൽ മണി പ്ലാന്റും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പ്ലാന്റ്സ് മാത്രം ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഈ ഒരു മണി പ്ലാന്റ് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഹോസുമ്മ കൂടി ഇങ്ങനെ പടർന്ന് വന്നാൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ അത് ആ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ശരിക്കും പഴയ 2 സാധനങ്ങളാണ് ഇത്. ആകെ ഒരു കയറ് മാത്രം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ പഴയ ബക്കറ്റും ഹോസൊക്കെ എവിടെയെങ്കിലും മൂലക്കൊക്കെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ തന്നെ നല്ല ഭംഗിക്ക് ഇങ്ങനെ പോട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറൊരു സിമ്പിളായിട്ട് ഒരു പോട്ട് ഉണ്ടാക്കിയത് ഞാൻ ഇതുപോലെ ഒരു ഫാനിൻ്റെ ഈ ഒരു പാട്ട് കൊണ്ടാണ് കേട്ടോ. ഇതൊരു വാൾ ഹാങ്ങിങ് പോലെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു റെഡ് ഇനാമൽ പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് അടിക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഞാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് ഉള്ളത് കൊണ്ട് അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ പെയിൻ്റൊക്കെ ഫുള്ളായിട്ട് ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ കയർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കയറ് ഈ ഒരു ഫാനിൻ്റെ പാർട്ട് ഉണ്ടല്ലോ അതും ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലത്തെ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണ്ട, ഞാനൊരു ഭാഗം മാത്രമേ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ദാ ഞാനിതുപോലെയാണ് കേട്ടോ ആ കയറിങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ ദാ ഇങ്ങനെയാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ അധികം ചിലവും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ ഇതിന്.
ഇനിയിപ്പോൾ ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോട്ടിലുള്ള ഈ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്നതൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അപ്പോൾ അതാ പ്ലാന്റ്സ് ഇതുപോലെ ഇങ്ങനെ പ്ലാന്റ്സൊക്കെ വെച്ചപ്പോൾ ഇതിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ 3 പ്ലാന്റ് പോട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം പൈസ ചിലവില്ലാത്ത കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.